ദൈവവചനത്തിൻ്റെ ഈ പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും നേരിട്ട് സൂം വഴി കേൾക്കുന്നവർക്കും കൂടാതെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് തുടങ്ങിയ പല മുഖാന്തരങ്ങളിലൂടെ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കട്ടെ. നാം പണവും ക്രിസ്ത്യാനിയും എന്ന വിഷയമാണ് പഠിച്ചു വരുന്നത്. അതിൻ്റെ മൂന്നാമത്തേതും അതിൻ്റെ ഉപസംഹാര ക്ലാസ്സുമാണ് ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഫ്രീഡം ഫ്രം മണി. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് അല്പസമയം ചിന്തിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പണത്തിൻ്റെ അടിമത്തം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. പണം ഒരു മനുഷ്യനെ അതിൻ്റെ അടിമയാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. നാം അത് കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. പണത്തിൻ്റെ വഞ്ചനയും നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. അത് ഒന്നുകൂടെ നമ്മുടെ ഓർമ്മയെ പുതുക്കുവാനായിട്ട് ഞാൻ പറയുകയാണ്. യേശു തൻ്റെ പ്രസംഗങ്ങളിൽ ഒരിക്കൽ പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതിൻ്റെ അർത്ഥം പണത്തിൽ അല്പം അനീതിയുണ്ട്, അതിൽ അല്പം വഞ്ചനയുണ്ട്. അതിനോട് കൂടുതൽ ഇടപെട്ടാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കതുകൊണ്ട് ജാഗ്രതയായിരിക്കാം. പണം മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തി അതിനുണ്ട്. അത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പണം അത്ര നിർദോഷിയായ ഒരു കാര്യമല്ല. അതിന് മനുഷ്യരെ ആകർഷിക്കുവാൻ കഴിവുണ്ട്. അതെല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല, മനുഷ്യനെ അതിൻ്റെ വലയത്തിൽ കുടുക്കിയിടുവാനും പണം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് വിജയിക്കുകയും ചെയ്യാറുണ്ട്. അനേക ആളുകളും പണത്തിൻ്റെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അതിൽ ഹുക്ഡായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല, പണത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അതിനെ സ്നേഹിക്കുവാൻ വിശ്വാസികളായ ക്രിസ്ത്യാനികളായ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു. പണത്തെ സ്നേഹിക്കുവാനുള്ള ഒരു പ്രേരണ നമുക്കൊക്കെയും ഓരോരോ കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ള ബാധകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പണത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുമൊക്കെയും ക്രിസ്ത്യാനികളായ ദൈവമക്കളായ നമുക്ക് വിടുതലുണ്ടാകാനും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പണത്തെ സ്നേഹിക്കാത്തവരാക്കി നമ്മെ മാറ്റുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വേദഭാഗം തിമോത്തിയോസിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 9 മുതൽ 11 വരെ നമുക്ക് വായിക്കാം. 1 Timothy chapter 6 verses 9 to 11 നമുക്ക് വായിക്കാം. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പണസ്നേഹത്തിൽ നിന്നും ദൈവമക്കൾ അകന്നു നിൽക്കണം എന്ന് ഈ വചനങ്ങളിലൂടെ നമ്മോട് പറയുകയാണ്. പണത്തെ സ്നേഹിക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ചെറുപ്പക്കാരനായ തിമോത്തിയോസിനോട് പറയുകയാണ്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ, സമ്പത്ത് ഉള്ളവരായി വലിയ സ്വത്തുകാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിപ്പോകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കുടുക്കുവാനുള്ള ഒരു ശക്തി പണത്തിൽ ഉണ്ട്. അതുകൊണ്ട് നാം അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, പണസ്നേഹം 10-ാം വാക്യം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നുവല്ലോ. ഇതിനെ ആഗ്രഹിച്ചിട്ട് ചിലർ വിശ്വാസം തന്നെ വിട്ടുഴന്ന് അനേകം ദുഃഖങ്ങൾക്ക് ഇരയായി അധീനരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ സഹോദര തിമോത്തിയോസേ, ചെറുപ്പക്കാരാ, നീ എന്ത് ചെയ്യണം? 11-ാം വാക്യം, നീയോ ദൈവത്തിൻ്റെ മനുഷ്യ, നീ അത് വിട്ടോടുക. പണത്തോടുള്ള ആശയും ആസക്തിയും സ്നേഹവും നീ വിട്ട് ഓടുക. എന്നിട്ട്
ക്രിയാത്മകമായി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിങ്ങനെയുള്ള ക്രിസ്തീയമായ സൽഗുണങ്ങളെ നീ അന്വേഷിച്ച് പിന്തുടരുക. പണത്തെക്കുറിച്ചുള്ള ആശ വിട്ടുകളയുക. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് തിമോത്തിയോസിന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും ഇത് ആവശ്യമായിരിക്കുന്ന ഒരു വചനം തന്നെയാണ്. പണത്തോടുള്ള സ്നേഹത്തിൽ നിന്നും അതിൻ്റെ പിടുത്തത്തിൽ നിന്നും നാം വിടുതൽ പ്രാപിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവികമായ വഴികളിൽ മുമ്പോട്ട് പോകുവാനാണ് ഇന്ന് വിശ്വാസികളായ നമ്മെ ദൈവവചനം ഉത്ബോധിപ്പിക്കുന്നത്. കൂടാതെ കടക്കാരായിരിക്കുക എന്ന് വെച്ചാൽ അത് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് ദൈവഹിതമല്ല എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി, ഇത് ഈടും ജാമ്യവും സെക്യൂരിറ്റിയും ഇല്ലാത്ത കൈവായ്പകൾ, വെറുതെ ലോൺ വാങ്ങുന്നത് ആണ് ദൈവവചനം നിഷേധിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈടോ ഗ്യാരണ്ടി കൊടുക്കുവാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ജാമ്യം കൊടുക്കുവാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പകൾ വാങ്ങാവുന്നതാണ്. അതിൻ്റെ നിമിത്തം നിങ്ങൾ കടക്കാരായി തീരുന്നില്ല. നിങ്ങൾക്ക് കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാപനം, ആ വ്യക്തി ഈ വസ്തുക്കൾ വിറ്റ് നിങ്ങൾ കൊടുത്ത സെക്യൂരിറ്റീസൊക്കെ ഉപയോഗിച്ച് അവർക്ക് അവരുടെ പണം വസൂലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈട് കൊടുത്തിട്ടുള്ള വായ്പകളെക്കുറിച്ചല്ല ഈ കടക്കാരാകുന്നതിനെക്കുറിച്ച് ബൈബിൾ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് വിശേഷാൽ നാം ചിന്തിക്കുന്ന വിഷയം പണത്തിൻ്റെ മേൽ ഒരു ക്രിസ്ത്യാനിക്ക് ജയമുണ്ടാകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പണത്തിന്മേൽ എന്ന് പറയുമ്പോൾ പണസ്നേഹത്തിന്മേൽ നമുക്ക് ജയം ഉണ്ടാകാൻ കഴിയും. നാം എല്ലാവരും പണം ഓരോ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ്. പണം ഉപയോഗിച്ച് വ്യാപാരം ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് പണത്തിന്മേൽ വിജയം എന്ന് പറഞ്ഞാൽ പണസ്നേഹത്തിന്മേലുള്ള വിജയം എന്നാണ് നാം ഇന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ദൈവമക്കൾക്ക് പണസ്നേഹത്തിന്മേൽ വിജയമുണ്ടാകാൻ സാധിക്കുന്നത്? പണം കിട്ടുന്നതൊക്കെയും സമ്പാദിക്കുവാനും കൂട്ടിവെക്കുവാനും അത് ചെലവാക്കാതെ സ്വന്തമാക്കി കൂട്ടിവെക്കാനും പൊതുവെ മനുഷ്യർക്ക് ഒരാഗ്രഹമുണ്ട്. എന്നാൽ നാം പണം സമ്പാദിക്കണം, അത് അനാവശ്യമായി ധൂർത്തടിച്ച് കളയാതെ സൂക്ഷിച്ചു വെക്കണം എന്ന് മാത്രമല്ല, അത് ആവശ്യങ്ങൾക്ക്, കർത്താവിൻ്റെ വേലയ്ക്കും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്കും ഒക്കെയായിട്ട് അങ്ങനെ നാം ശേഖരിച്ച പണം ചെലവഴിക്കാനും കൂടെ നാം മനസ്സ് വെക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് പണസ്നേഹത്തിന്മേൽ നമുക്ക് ജയം കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുക, ഔദാര്യമായി കൊടുക്കുവാൻ, ലിബറലായി കൊടുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കാര്യം. നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ മക്കദോന്യയിലെ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുന്നു. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 4 വരെ വായിക്കാം. 2 Corinthians chapter 8 verses 1 to 4. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്, മക്കദോന്യയിലെ സഭയിലെ വിശ്വാസികൾ അവർ വലിയ ധനവാന്മാരൊന്നുമല്ല, സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെയാണ്. അവർ കഷ്ടതയിൽ കൂടെയും ഞെരുക്കത്തിൽ കൂടെയും കടന്നു പോകുന്നവരാണ്. എന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും 2-ാം വചനം മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ അവർക്ക് കാരണമായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെങ്കിലും അത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ലിബറലാകുവാൻ, ലിബറലായിട്ട് കൊടുക്കുവാൻ, ഔദാര്യത്തോടെ മനസ്സ് തുറന്ന് കർത്താവിൻ്റെ വേലയ്ക്കും മറ്റുള്ളവർക്കും ആവശ്യങ്ങളിരിക്കുന്നവർക്കും കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ചിലപ്പോൾ ചെറിയ അളവിൽ മാത്രമേ സാധിച്ചെന്ന് വരികയുള്ളൂ. എങ്കിലും നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവം ആദരിക്കും. ഈ മക്കദോന്യയിലെ സഹോദരങ്ങൾ ദാരിദ്ര്യത്തിലൂടെ പോകുന്നവർ ആയിരുന്നു എങ്കിലും
അവരുടെ ഹൃദയം തുറന്നിരുന്നു. വളരെ ലിബറലായി ഔദാര്യത്തോടെ കൊടുക്കുവാൻ അവർക്ക് മനസ്സായിരുന്നു. അവർ ചെയ്തത് 4-ാം വചനം, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി, ആരും നിർബന്ധിച്ചിട്ടില്ല, വോളണ്ടറി ആയിട്ട് സ്വമേധയായി അവർ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ഈ മക്കദോന്യയിലെ സഹോദരങ്ങൾ നമുക്ക് ഒരു നല്ല മാതൃകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാമോ? നമുക്ക് ഔദാര്യമുള്ള ഒരു മനസ്സുണ്ടോ? നമ്മുടെ ഹൃദയം ലിബറലാണോ അതോ ഞെരുങ്ങിയിരിക്കുന്നതാണോ? എനിക്കുള്ളതെല്ലാം ഞാൻ തന്നെ ഉപയോഗിക്കണം, അത് സ്വാർത്ഥതയുടെ അടയാളമാണ്. മുമ്പ് സ്വാർത്ഥനായ ഒരു ധനികനായ ഒരു ലുബ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ കഥ ചിലപ്പോൾ നിങ്ങൾ ചിലർ കേട്ട് കാണും. ഈ ലുബ്ധനായ ധനികനായ സ്വാർത്ഥമതിയായ മനുഷ്യൻ ഒരിക്കൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. അയാൾ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ഉള്ള ആളല്ല, വിദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയോ തണുപ്പ് രാജ്യങ്ങളിലുള്ള ഒരാളിൻ്റെ കഥയാണിത്. അദ്ദേഹം വലിയ സമ്പന്നനാണ്. ആർക്കും ഒന്നും കൊടുക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആരെങ്കിലും സഹായം ചോദിച്ചു ചെന്നാൽ അവരെ ആട്ടിപ്പായിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിശന്ന് ഈ വലിയ ധനവാൻ്റെ വീട്ടിൽ കയറി ചെന്നു. സാറേ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം തരാമോ എന്നിങ്ങനെ ചോദിച്ചു. ഈ മനുഷ്യൻ പെട്ടെന്ന് അവൻ്റെ ക്രിസ്തുവിൽ കിട്ടിയ ആ സന്തോഷത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് അവൻ തീരുമാനിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. അവൻ ഓടി അവൻ്റെ പുകപ്പുരയിലേക്ക് പോയി. അവിടെ ഈ ഇറച്ചിയും ഒക്കെ പുകച്ച് ഉണക്കി വെക്കുന്ന ഒരു ശീലമുള്ള നാടാണ്. അവിടെ പോയി നല്ലൊരു കഷണം ഇറച്ചി എടുത്ത് ഇവന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവൻ വീട്ടിലെ ഇത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴിക്ക് സാത്താൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ മണ്ടനാകരുത്, നിനക്ക് വേണ്ടി നീ കൂട്ടിവെച്ചത് നീ വല്ലവർക്കും കൊടുക്കൂ, ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ സാത്താൻ അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. എന്നാൽ അവൻ അതിനെ എങ്ങനെ അതിജീവിച്ചതെന്നറിയാമോ? അവൻ പറഞ്ഞു, പിശാചേ, ഇനി ഒരക്ഷരം എന്നോട് പറയരുത്, ഇനി നീ ഒരു വാക്കൂടെ പറഞ്ഞാൽ എൻ്റെ സ്റ്റോറിലുള്ള സകല ഇറച്ചിയും എടുത്ത് ഞാൻ അവന് കൊടുക്കും എന്ന് പറഞ്ഞു. നോക്കുക, എങ്ങനെയാണ് ആ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയെയും തൻ്റെ ലുബ്ധും ആർക്കും കൈ തുറക്കാതെ കൊടുക്കാത്ത സ്വഭാവത്തെ അവനെങ്ങനെ അതിജീവിച്ചത്? അവൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഹൃദയത്തെ വിശാലമാക്കി, ലിബറലാക്കി, ഔദാര്യമുള്ളവനാക്കി മാറ്റി. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയാൻ സാധിച്ചത്. സാത്താൻ നമ്മെ ഒന്നും കൊടുക്കാത്തവരായി സ്വാർത്ഥന്മാരായി വെക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശാലമായ ഹൃദയത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമ്മെ ദൈവം ഏൽപ്പിച്ച പണം അത് ചെലവിടുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നാം പണസ്നേഹത്തിന്മേൽ എങ്ങനെ ജയം നേടാം എന്ന കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, ദൈവത്തെ സേവിക്കുവാൻ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. പണത്തെ നിങ്ങൾ ദ്വേഷിക്കുക. അതാണല്ലോ കർത്താവായ യേശു നമ്മെ പഠിപ്പിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം നോക്കുക. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 24 വായിക്കാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ പണത്തെ സ്നേഹിക്കുകയില്ല എന്നാണ് അതിൻ്റെ പാഠം. ദൈവത്തെയും പണത്തെയും ഒരേ സമയം ഒരുപോലെ സ്നേഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് നാം എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നാം നിശ്ചയമായും പണത്തെ ദ്വേഷിക്കും, അഥവാ പണത്തെ നമ്മുടെ ഹൃദയത്തിൽ തള്ളിപ്പറയുന്നവർ ആയിരിക്കും. നാം കേട്ടല്ലോ, പണസ്നേഹം, ദ്രവ്യാഗ്രഹം വളരെ അപകടം പിടിച്ച കാര്യമാണ്. എന്നാൽ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിന് ദാസന്മാരായി, ക്രിസ്തുവിന് ദാസന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും അവർ പണത്തോടുള്ള ഇഷ്ടം മതിയാക്കും. പണത്തെ അവർ സ്നേഹിക്കുകയില്ല. നാം പഴയ നിയമത്തിൽ ദൈവദാസനായ മോശയുടെ ദാസനായിരുന്ന യോശുവയെക്കുറിച്ച്, അദ്ദേഹം ഇസ്രായേലിലെ നേതാവായി ഉയർത്തപ്പെട്ടു. ഒടുവിൽ യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമുണ്ട്, ഒരു വാക്യമുണ്ട്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരെയൊക്കെ സേവിക്കുമെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തു കൊള്ളുവീൻ, തിരഞ്ഞെടുത്തു കൊള്ളുവീൻ. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും എൻ്റെ കുടുംബവുമോ
ഞങ്ങൾ കർത്താവായ യഹോവയെ മാത്രമേ സേവിക്കൂ, മറ്റൊരു ദൈവങ്ങളെയും. അതിനകത്ത് പണവും ഒക്കെ വരും. മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ പണവും വസ്തു കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ മഹത്വവും മാന്യതയും എല്ലാം വരും. ഞങ്ങൾ ഇതിനെ ഒന്നും സേവിക്കുവാൻ പോവുകയില്ല. പ്രിയ സഹോദരന്മാരെ, നാം കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ, കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ, പണം ഒരു നല്ല ദാസനാണ്. അതിനെ നമ്മുടെ കീഴിൽ കൺട്രോളിൽ വെച്ചാൽ പണം ഒരു നല്ല ദാസനാണ്, പല ഉപയോഗങ്ങൾ കൊണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പണത്തെ നിങ്ങളുടെ യജമാനനാക്കാൻ അനുവദിച്ചാൽ അയാൾ ക്രൂരനായ, നിങ്ങളെ നശിപ്പിക്കാൻ പോരുന്ന ഒരു ക്രൂരനായ യജമാനനാണ് പണം എന്നുള്ള കാര്യം ഇന്ന് രാത്രി നമ്മുടെ മനസ്സിൽ ഓർക്കുവാൻ നമുക്കിടയാകട്ടെ. ശരി, മൂന്നാമത്തെ കാര്യം പണസ്നേഹത്തെ, അതിന്മേലുള്ള ജയം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ദൈവത്തിലും അവിടുത്തെ ധനത്തിലും വിശ്വാസമർപ്പിക്കുക. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്സ് റിച്ചസ്. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, ഒരുക്കിയിരിക്കുന്ന സ്വത്ത്, അനുഗ്രഹങ്ങൾ, അതിൽ വിശ്വാസമർപ്പിക്കുക. എൻ്റെ ഭാവി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവം ശക്തനാകുന്നു എന്ന് വിശ്വസിച്ചു കൊള്ളുക. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് നോക്കാം. ദ ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 19 വായിക്കാം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇവിടെ ദൈവം ധനവാനാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഈ ദൈവം ധാരാളമായി ഐശ്വര്യമായി തീർത്തു തരും. ആ ദൈവത്തിൻ്റെ സമ്പത്തിൽ ഇന്ന് രാത്രി നമുക്ക് വിശ്വാസം അർപ്പിക്കാമോ? അതേറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. അതെ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നമുക്ക് ധാരാളം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങളൊരു മടയനായി തീരാതെ വണ്ണം ദൈവവചനം വളരെ സ്പെസിഫിക്കായിട്ട് പ്രത്യേകമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പും കൂടെ നമുക്ക് വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ജെറമയ ചാപ്റ്റർ 17 വേഴ്സ് 11 വായിക്കാമോ? ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ ആകുന്നു. അവന്റെ മധ്യായുസ്സിങ്കൽ അതവനെ വിട്ടുപോകും, ഒടുക്കം അവൻ പോഷനായി തീരും. അന്യായമായി പണം സമ്പാദിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നത്. അവൻ അന്യായമായിട്ട് പണം തനിക്ക് വേണ്ടി വാരിക്കൂട്ടി സമ്പാദിച്ചു, കൂട്ടിവെച്ചു. പക്ഷേ ഒടുവിൽ അതെല്ലാം അവനെ വിട്ടുപോകും. ഒടുവിൽ അവൻ ഒരു ഫൂളായിത്തീരും, ഭോഷനായിത്തീരും എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. നാം ആരും അന്യായമായിട്ട് പണം സമ്പാദിക്കുന്നവരല്ല, ന്യായമായിട്ടേ അതൊക്കെ ചെയ്യാറുള്ളൂ. എങ്കിൽ തന്നെ പണം സമ്പാദിച്ച് അത് ഹൃദയത്തിൽ അതിന് സ്ഥാനം കൊടുത്ത് അതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ അത് കൂട്ടിവെക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ഭോഷനെ പോലെ നാം ആയിത്തീരുകയല്ലേ? നമുക്കൊരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് 1-2 വചനങ്ങൾ കൂടെ വേഗം നോക്കാം. പഴയ നിയമകാലത്ത് ദൈവജനത്തിന്, ദൈവദാസന്മാർക്ക് ആത്മീകമായ ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർക്ക് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ദൈവം നൽകിയ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 13 പിന്നെ 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 13 ആൻഡ് 16 വായിക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. നോക്കുക, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ കുറിച്ച് നാം ഇവിടെ വായിച്ചു കേട്ടു. അബ്രഹാമിനെ കുറിച്ചും മറ്റും. അവരൊക്കെയും ഈ ഭൂമിയിലായിരുന്നപ്പോൾ തങ്ങൾ ഈ ഭൂമിയിൽ അന്യന്മാരും താൽക്കാലികവാസികളും സഞ്ചാരികളുമാകുന്നു എന്ന് ഉള്ള രീതിയിൽ വരാൻ പോകുന്ന ദൈവരാജ്യത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ദൂരെയുള്ള ഒരു വരാൻ പോകുന്ന ആത്മീകമായ ദൈവരാജ്യത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ഇതാണ് ഇന്ന് പുതിയ നിയമകാലത്തും നാം ഒക്കെയും പിന്തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു മൂല്യം, ആ ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. പുതിയ നിയമത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ മനോഹരമായി എഫേസ്യർ 1-ാം അധ്യായം 3-ാം വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. വായിക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും
നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളാൽ യേശുക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകുന്ന അനുഗ്രഹങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളോ പണമോ ഒന്നുമല്ല, വസ്തുവകയോ വലിയ വീടോ സമ്പാദ്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ കൂടെ നമ്മെ പിതാവായ ദൈവം ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് പങ്കാളികളായി തീരുമ്പോൾ ആത്മീയമായ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനിയും പ്രായോഗികമായ ചില കുറിപ്പുകളും കൂടെ ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും നിങ്ങൾ മറ്റൊരാളിൻ്റെ ലോണിന് ജാമ്യക്കാരായി നിൽക്കരുത്. അല്ലെങ്കിൽ മറ്റൊരു അടുത്ത സ്നേഹിതന്മാർക്ക് വായ്പ കൊടുക്കരുത് എന്നുള്ള ഒരു തത്വം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് നല്ലതാണല്ലോ എന്നാണ് നാം ഒക്കെയും ചിന്തിക്കുന്നത്. മറ്റൊരാൾ ചിട്ടി പിടിക്കുന്നു, അതിനുവേണ്ടി ജാമ്യക്കാരനായിട്ട് നമ്മൾ പോയി സൈൻ ചെയ്യാൻ നമ്മളോട് പറയുന്നു, നാം അതിന് ചെയ്യുന്നു. അനേകം പേരും ഇങ്ങനെ ജാമ്യത്തിന് ഒപ്പിട്ടിട്ട് ഒടുവിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും ഉള്ള തുക മുഴുവനും ലോൺ അടയ്ക്കുവാനായിട്ട് കൊടുത്തു തീർക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ജാഗ്രതയായിരിക്കണം. സ്നേഹിതന്മാർക്ക് വായ്പ കൊടുക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ വളരെ സ്നേഹമായിട്ടിരുന്ന സ്നേഹിതന്മാർ പിരിയേണ്ടി വരുന്ന കാര്യം ഉണ്ടാകുന്നു. അവർ തമ്മിൽ വേർപിരിയേണ്ടി വരുന്നു. ഉറ്റ സ്നേഹിതരായിരുന്നു, പക്ഷേ ഒരാൾക്ക് വായ്പ കൊടുത്തു, കുറേ കഴിഞ്ഞ് അയാൾ തിരിച്ചു തരുന്നില്ല, ചോദിച്ചിട്ടും തിരിച്ചു തരുന്നില്ല. ഒടുവിൽ അത് വിരോധത്തിലേക്കും കലഹത്തിലേക്കും ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അടുത്ത സ്നേഹിതർക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ വായ്പ കൊടുക്കരുത്. അത് ക്രൂരതയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം, പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വായ്പ കൊടുക്കരുത്. മാത്രമല്ല, അവരുടെ ഏതെങ്കിലും ലോണിനോ മറ്റോ നിങ്ങൾ ജാമ്യക്കാരനായി പോയി ഒപ്പിടരുത് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉള്ള വായ്പ കൊടുക്കുക എന്നുള്ളത് അത് സാമ്പത്തികമായ കൊമേഴ്ഷ്യലായ ഒരു ഇടപാടല്ല, മറിച്ച് അത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മനസ്സോടെ ചെയ്യുന്ന ഒരു ചാരിറ്റബിളായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇക്കാര്യത്തിൽ നാം ജാഗ്രതയുള്ളവരും സുബോധമുള്ളവരും ജ്ഞാനമുള്ളവരും ആയിരിക്കണം. എന്താണ് തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നത്? സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 7-ാം വചനം നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 22 ആൻഡ് വേഴ്സ് 7. ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ ആയി മാറുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഉറ്റ മിത്രത്തിന് നിങ്ങൾ കടം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കടം വാങ്ങിച്ച ആൾ നിങ്ങളുടെ അടിമയായി ദാസനായി മാറുന്നു. നിങ്ങൾ അവരുടെ യജമാനനായി മാറുന്നു. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. നിങ്ങളൊരുവന് കടം കൊടുക്കുമ്പോൾ നിങ്ങൾ യജമാനനും അയാൾ ദാസനുമായി മാറുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേ അധ്യായത്തിൻ്റെ 26-ാം വചനം കൂടെ വായിക്കാം. വേഴ്സ് 26 വായിക്കാം. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് കൈയടിക്കും. ഞാൻ തിരിച്ചു ഇയാൾ കൊടുത്തില്ല, ഞാൻ കൊടുത്തേക്കാം, അതാണ് കൈയടിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഏറ്റു എന്നങ്ങ് പറയുകയാണ്. പെട്ടെന്ന് വൈകാരികമായി സ്നേഹനിമിത്തം അങ്ങ് പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ ജാമ്യത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നിൽക്കരുത്. അതിന് പല പ്രായോഗികമായ പ്രയാസങ്ങളും ഉള്ളതുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ പറയുന്നത്. ഇനിയും സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 1 മുതൽ 3 വരെ നമുക്ക് വായിക്കാം. പ്രോവേർബ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 1 to 3 വായിക്കാം.
മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇതു ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കാം. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ച് അപേക്ഷിച്ച് ഈ ജാമ്യത്തിൻ്റെ കടലാസൊക്കെയും അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നിവൃത്തി ഉണ്ടെങ്കിൽ നീ പോയി എത്രയും പെട്ടെന്ന് ഇതൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നീ അറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ജാമ്യം നിന്നു, പക്ഷേ അതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ നിങ്ങൾ നിശ്ചയമായിട്ടും അത് ക്യാൻസൽ ചെയ്യിപ്പിക്കണം, അവനോട് റിക്വസ്റ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഒരു നിയമം ഇങ്ങനെ പറയാം: നിങ്ങളുടെ സ്നേഹിതന് വായ്പ കൊടുക്കുന്നുവെന്നിരിക്കട്ടെ, അയാൾ തന്നില്ലെങ്കിലും ചോദിക്കാതെ അത് വിട്ടുകളയുവാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം പണമേ നിങ്ങൾ വായ്പ കൊടുക്കാവൂ എന്ന് ചുരുക്കമായിട്ട് പറയാം. തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചോദിക്കുകയില്ല, ഇതിൻ്റെ കാരണത്താൽ ഞങ്ങൾ തമ്മിൽ പിണങ്ങുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത്രത്തോളം തുക വായ്പയായിട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുവാൻ സാധിക്കും. നിങ്ങൾ വായ്പ കൊടുത്തത് നിമിത്തം നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന സ്നേഹം ഇല്ലാതെയാകാൻ, പിണക്കത്തിലേക്ക് വരുവാൻ ഒരിക്കലും കാരണമുണ്ടാകരുത്. അതുപോലെ തന്നെ ഈ കാലത്ത് ധാരാളം സെയിൽസും ആളുകളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും ഒക്കെയുള്ള വലിയ ബിസിനസ് പദ്ധതികളൊക്കെയും ഇന്ന് നിലവിലുണ്ട്. ചെറുപ്പക്കാരെയൊക്കെ അതിലേക്ക് നിയമിച്ചിട്ട് ആളുകളെ കൊണ്ട് ധാരാളം ലോൺ എടുപ്പിക്കുകയും ഓരോ സാധനങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മെ സ്വാധീനിക്കുന്ന, നമ്മെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെയും അവർ പത്രങ്ങളിൽ ചെയ്യും. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്ന ഒരു കാര്യം ഈ നമ്മുടെ കാലഘട്ടങ്ങളിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം വളരെ ജാഗ്രതയായി ബുദ്ധിയോടെ കാര്യങ്ങൾ ഇടപെടേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇനിയും 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിയുമെങ്കിൽ ദൈവമക്കൾ കൂട്ടുകച്ചവടത്തിലും പങ്കാളിത്ത കച്ചവടങ്ങളിലും ബിസിനസ്സിലും ഒന്നും ഏർപ്പെടരുത്. നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന ബിസിനസ്സൊക്കെ ചെയ്താൽ മതി. അവോയ്ഡ് ബിസിനസ് പാർട്ട്ണർഷിപ്സ്. ഇങ്ങനെയുള്ള ബിസിനസ് വ്യാപാരത്തിലും മറ്റുമുള്ള പങ്കാളിത്തവും കൂട്ടുകച്ചവടവും കുറേ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയും അടുത്ത സ്നേഹിതരായി വ്യാപാരങ്ങൾ ചെയ്തിരുന്നവരൊക്കെയും ഒടുവിൽ പിരിഞ്ഞു മാറി കേസ് കൊടുക്കുകയും പ്രശ്നമുണ്ടാക്കുകയും പണത്തെ ചൊല്ലി വലിയ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിപ്പോയ അനേകം സംഭവങ്ങൾ നാം ഒക്കെയും കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടുകച്ചവടങ്ങൾ വിരോധത്തിലും പിണക്കത്തിലുമൊക്കെയാണ് അവസാനിക്കുന്നത്, കയ്പിൽ അവസാനിക്കും. കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയ പണം എല്ലാം അന്നൊന്നും തന്നെ ചെലവഴിച്ച് തീർക്കരുത്. കർത്താവായ യേശുവിനെ നോക്കിയാൽ ആളുകൾ തനിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത പണമൊക്കെയും എല്ലാം ചെലവഴിച്ച് തീർത്തില്ല. ഒരല്പം പണം മാറ്റിവെച്ച് യൂദാ ഇസ്കരിയോത്താവിനെ ഒരു പേഴ്സിൽ ഒരു ബാഗിലാക്കി അവന് സൂക്ഷിക്കാനായിട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ നാം ഒക്കെയും ഒരല്പം പണം ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി, ഒരു എമർജൻസിക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നാം മാറ്റിവെക്കുന്നത് ഒരു നല്ല സ്വഭാവമാണ്. ബൈബിളിൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മക്കൾക്കായിട്ട് അമ്മയപ്പന്മാർ സൂക്ഷിച്ചു വെക്കണം, ചരതിച്ചു വെക്കണം എന്ന് വായിക്കുന്നുണ്ട്.